വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശരീരത്തെ പരിപാലിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 12-1 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ശരീരം സഹകരിക്കണം. അതായത് അത് ആരോഗ്യകരവും ശക്തവുമായി നിലനിർത്തണം. നാം നമ്മുടെ ശരീരത്തെ അവഗണിക്കുകയും ആരോഗ്യം മോശമാകാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പോലും കഷ്ടപ്പെടാം. നമ്മുടെ ആത്മാവ് വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. ശരീരവും ആത്മാവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കാൻ കഴിയും. നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ പല ഋഷിമാരും സന്യാസിമാരും ശരീരത്തെ ആത്മാവിന്റെ ശത്രുവായി കണക്കാക്കിയിരുന്നു. എന്നാൽ ക്രിസ്തീയ നടപ്പിൽ ദൈവത്തോട് നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. കർത്താവിനെ സേവിക്കാനും നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നമുക്ക് ശക്തമായ ഒരു ശരീരം ആവശ്യമാണ്. യേശു പറഞ്ഞു, അവർക്ക് ജീവൻ ലഭിക്കാനും അത് പൂർണ്ണമായി ലഭിക്കാനും ഞാൻ വന്നിരിക്കുന്നു എന്ന്. ഇത് യോഹന്നാൻ 10-10 കാണപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലൂടെ ദൈവസാന്നിധ്യം വെളിപ്പെടുത്താൻ കഴിയും. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന രീതിയിലൂടെ പോലും അവർക്ക് നമ്മിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. നമ്മുടെ ശരീരം അവന്റെ വാസസ്ഥലമാണ്. പരിശുദ്ധാത്മാവിന്റെ നിധി വഹിക്കുന്നത് ഈ മൺപാത്രത്തിലാണ്. തങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് തിരിച്ചറിയുന്ന ഏതൊരാളും തീർച്ചയായും അതിനെ ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും കൈകാര്യം ചെയ്യും. ലോകത്തിലേക്ക് വന്ന് തന്റെ ദൗത്യം നിറവേറ്റാൻ യേശുവിന് പോലും ഒരു ശരീരം ആവശ്യമായിരുന്നു. അങ്ങനെ പിതാവ് അവനു വേണ്ടി ഒരു ശരീരം ഒരുക്കി. അതിനാൽ ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, ബലിയും ബലിപാടും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, മറിച്ചൊരു ശരീരം നീ എനിക്കായി ഒരുക്കി എന്ന്. ഇത് എബ്രായർ 10-5 നമുക്ക് കാണാൻ കഴിയും. അവന്റെ ശരീരം അവനെ ശുശ്രൂഷിക്കാനും അനുകമ്പയോടെ ആളുകൾക്കിടയിൽ സഞ്ചരിക്കാനും ഒടുവിൽ നമ്മുടെ വീണ്ടെടുപ്പിനായി പ്രായശ്ചിത്ത യാഗമായി തന്നെ സമർപ്പിക്കാനും പ്രാപ്തനാക്കി. അതിനാൽ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുക. നിങ്ങൾക്ക് ശരിയായ വിശ്രമം ആവശ്യമാണ്, പക്ഷേ അത് ഗാഢനിദ്രയിലേക്ക് നയിക്കരുത്. നിങ്ങൾക്ക് ശാരീരിക വ്യായാമം ആവശ്യമാണ്, പക്ഷേ അത് ദീർഘനേരം പാഴാക്കുന്നതിൽ കലാശിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുക. ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ആ പാത്രത്തിലൂടെയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 1-20 അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 31-32 വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 23 16 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.